മക്കളെ, നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് അഥവാ ആഹാരം ആരോഗ്യത്തിന് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇനി ആ ഒരു പോർഷൻ തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിക്ക് മിസ് സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിന് വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ വരെ ആയി എന്നുള്ളത് മിസ് ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര എത്തി എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ അത്യാവശ്യം നല്ലോണം പഠിച്ചു മിസ്സേ എന്നാണെങ്കിൽ നിങ്ങൾക്ക് 10 ഒരു 8 9 ഒക്കെ കൊടുക്കാം. ഇനി അതല്ല ഒരു കുഴപ്പമില്ല എന്നുള്ള സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 6 7 കൊടുക്കാം. ഇനി 5ന് താഴേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ലെവലിലേക്ക്. അപ്പൊ നിങ്ങൾ എത്രയാണ് നിങ്ങളെ തന്നെ റേറ്റ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളുടെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഫാറ്റ് അഥവാ കൊഴുപ്പ്. ഓക്കെ, ഫാറ്റ് അഥവാ കൊഴുപ്പ്. അപ്പൊ ഈ ഒരു ഫാറ്റ് അഥവാ കൊഴുപ്പിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഈ ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ, അല്ലെ, വെരി ലോ ക്വാണ്ടിറ്റി, ഓക്കെ, വെരി ലോ ക്വാണ്ടിറ്റി അഥവാ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, മെയിൻ പോയിന്റ് എന്താണ്? കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്കതിനെ ആവശ്യമുള്ളൂ. അതാണ് മെയിൻ പോയിന്റ്. ഓക്കെ, പക്ഷേ ഇതിന് നമുക്ക് ആവശ്യമുണ്ട്. ഇത് ന്യൂട്രിയൻ്റ് ആണ്. കാരണം നമുക്ക് എന്തുണ്ട്? ഈ DAK എന്ന് പറയുന്ന വിറ്റാമിനുകളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആര് വേണം? ഫാറ്റ് വേണം അഥവാ കൊഴുപ്പ് വേണം. കാരണം അത് ഫാറ്റ് അഥവാ കൊഴുപ്പിൽ മാത്രം അലിയുന്ന വിറ്റാമിനുകളാണ്. അപ്പൊ ഈ വിറ്റമിൻസ് നമ്മളെ ബോഡിയിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ ബോഡിയിൽ ഫാറ്റ് വേണം. പക്ഷെ ഓവർ ആയാൽ പ്രശ്നമാകും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു കുഞ്ഞ് എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു. എന്താ അത്? ഒരു പീസ് പേപ്പർ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് നമ്മളെ കയ്യിൽ ഇപ്പൊ പഴംപൊരി ആണെന്നുണ്ടെങ്കിൽ പഴംപൊരിയിൽ ഫാറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പഴംപൊരിനെ നമ്മൾ ഇതിന്റെ മേലെ ഉരച്ച് നോക്കിയിട്ട് കുറച്ച് നേരം ഡ്രൈ ആക്കാൻ വെക്കും. എണ്ണപ്പാട് വീണ്ടും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ട്? ഫാറ്റ് ഉണ്ട്. വളരെ ഈസി ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫാറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഫാറ്റിന്റെ വേറൊരു ഫോം ആണ് എന്ത്? കൊളസ്ട്രോൾ, അല്ലേ? കൊളസ്ട്രോൾ. അപ്പൊ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട്, അല്ലെ, ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റിന്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ്? കൊളസ്ട്രോൾ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കൊളസ്ട്രോൾ ആയി കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എന്താവും? ഇത് വളരെ പ്രശ്നക്കാരനാവും. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അപ് ടു 200 mg/dL. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. അപ് ടു 200 mg/dL. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് പോയി വല്ലാണ്ട് കൂടുതലായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, നമ്മുടെ ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകൾ, അതിലിങ്ങനെ സൂപ്പറായിട്ട് നമ്മളുടെ RBC WBC ഒക്കെ ഇങ്ങനെ ഒഴുകിയും കൊണ്ടിരിക്കും. ല്ലേ? അപ്പൊ അവിടെ എന്ത് പറ്റും? ഈ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോളിന് വേറെ എവിടെയും പോയിരിക്കാൻ പറ്റില്ല. ഈ പാവം നമ്മളുടെ ബ്ലഡ് വെസലിന്റെ ഭിത്തി അഥവാ വോൾസിൽ പോയിട്ടാണ് ഇവരെന്ത് ചെയ്യുക? ഇങ്ങനെ അടിഞ്ഞുകൂടുക. അങ്ങനെ അടിഞ്ഞുകൂടി ഇവരെന്ത് ചെയ്യും? പതുക്കെ ഈ പറയുന്ന നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോനെ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിനെ അങ്ങ് തടഞ്ഞു കളയും. അങ്ങനെ തടഞ്ഞു കളയുമ്പോൾ സമയത്ത് ഈ ബ്ലഡിന്റെ ഫ്ലോ മര്യാദക്ക് നടക്കോ? ഇല്ല. അപ്പൊ നമ്മളുടെ ഈ സെല്ലുകളൊക്കെ നശിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നമ്മളെ ബ്ലഡിന്റെ ഒഴുക്ക് കറക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരും? ഹൃദ്രോഗങ്ങൾ അഥവാ കാർഡിയാക് ഡിസീസസ് ആണ് നമുക്ക് വരിക, അല്ലെ? ഹൃദ്രോഗങ്ങൾ അഥവാ കാർഡിയാക് ഡിസീസസ്, ഹാർട്ടിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസസ് ആണ് നമുക്ക് വരിക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഭാഗം എക്സാമിന് എന്തായാലും ഉണ്ടാകുന്ന ഒരു പോർഷനാണ്. സോ ഈ ഒരു പോർഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ആ ഒരു ഫാറ്റ് എന്ന് പറയുന്ന പോർഷനാണ് മക്കളെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ അതാ ഒന്നുകൂടി മിസ് ഓർമ്മിപ്പിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഫാറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് ആവശ്യമുള്ളൂ, വെരി ലോ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് എന്താണ് അത് ന്യൂട്രിയൻ്റ് ആവുന്നത് എങ്ങനെയാണ്? ഈ DAK വിറ്റാമിനുകളെ ഫാറ്റ് ഇടയ്ക്കാണ് ബിസി ആവുള്ളൂ, അല്ലേ? യെസ്. അപ്പോൾ ഇടയ്ക്ക് എന്ന് പറയുന്ന ഈ DAK വിറ്റമിൻസ് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടണം, നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വേണം? ഫാറ്റ് അഥവാ കൊഴുപ്പ് വേണം. അതിന് ഡിറ്റക്ട് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പേപ്പർ എടുക്കുക, അതിൽ നമുക്ക് എണ്ണയുണ്ടോ എന്ന് നോക്കേണ്ട ആ ഒരു സബ്സ്റ്റൻസ് ഒന്ന് ഉരച്ചു കൊടുക്കുക. കുറച്ച് നേരം ഡ്രൈ ആയതിനു ശേഷം അതിൽ എണ്ണപ്പാട് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. ഇനി അതിനുശേഷം നമ്മൾ ഫാറ്റിന്റെ വേറൊരു രൂപം അല്ലെങ്കിൽ ഒരു ഫോം ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ് ടു 200 mg/dL വരെ കൊളസ്ട്രോൾ നോർമൽ ആണ്. അപ്പോൾ
കൊളസ്ട്രോൾ നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡിലും കൂടി ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾ അഥവാ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയിൽ പോയിട്ടാണ് ഇവർ പറ്റിപ്പിടിച്ചിരിക്കുക. പതുക്കെ പതുക്കെ ആ ഒരു രക്തക്കുഴലിനെ അല്ലെങ്കിൽ ബ്ലഡ് വെസലിനെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിക്ക് അല്ലെങ്കിൽ ഫ്ലോനെ ഹിൻഡർ ചെയ്യുന്ന രീതിക്കാണ് അവരുണ്ടാവുക. അതിനുശേഷം എന്ത് വരും, നമുക്ക് കാർഡിയാക് ഡിസീസസ് അഥവാ ഹൃദ്രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക, എക്സസൈസ് ഒക്കെ കൂടുതൽ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിന് റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഫാറ്റിൽ അലിയുന്ന വിറ്റമിൻസ് ഏതാന്ന് ഒന്ന് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.